ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ ഈ സൈഡ് സ്ക്രീനിലൂടെ കാണിക്കുന്ന YT സ്റ്റുഡിയോയിലെ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളിൽ പലർക്കും ഓൺ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ കിട്ടാത്തതും വീഡിയോസ് റീച്ച് ആകാത്തതും അതുപോലെ നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിക്കാത്തതും. YT സ്റ്റുഡിയോയിലെ ഈ കുറച്ച് സെറ്റിംഗ്സ് നമ്മൾ കൃത്യമായി ചെക്ക് ചെയ്ത് ഓൺ ആക്കിയാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ യൂട്യൂബിന്റെ ഫീഡിൽ പോകണമെങ്കിൽ നമ്മൾ ഈ കുറച്ച് സെറ്റിംഗ്സ് ഓൺ ആക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സൈഡ് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, റെക്കമെൻഡഡ് വീഡിയോസ് ടു ക്രിയേറ്റ് ആക്ടിവിറ്റി, മൈ ചാനൽ പോസ്റ്റ് സജഷൻ എന്ന് തുടങ്ങുന്ന നിരവധി സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം എവിടെയാണ് ഈ സെറ്റിംഗ്സ് ഉള്ളതെന്നും എങ്ങനെയാണ് ഈ സെറ്റിംഗ്സ് ഓൺ ആക്കേണ്ടതെന്നും. ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ സെറ്റിംഗ്സ് എല്ലാം ഓൺ ആക്കി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് റീച്ച് ആക്കാനും നമ്മളുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടി നമ്മുടെ ചാനലിന്റെ ക്രൈറ്റീരിയ വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാനും കഴിയുള്ളൂ. അതുപോലെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ക്രിയേറ്റേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന ഓരോ സ്റ്റെപ്സും അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ എൻ്റെ പേര് ശ്രീനിത്യ. പുതിയ ക്രിയേറ്റേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസൊക്കെ കയറി കണ്ടിട്ട് നിങ്ങളുടെ ചാനലും ആ മാറ്റങ്ങളൊക്കെ വരുത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിനു വേണ്ടി ഞാനിവിടെ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഇവിടെ മുകളിലായിട്ട് ചാനലിന്റെ പ്രൊഫൈൽ ഫോട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മുടെ ചാനലിന്റെ നെയിം കാണാനായിട്ട് കഴിയും. തൊട്ട് താഴെയായിട്ട് സ്വിച്ച് അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ട് എന്ന രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിന് തൊട്ട് താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെറ്റിംഗ്സ് നമ്മൾക്ക് ആദ്യം ഓൺ ആക്കാം. ഏറ്റവും മുകളിലായിട്ട് നോട്ടിഫിക്കേഷൻ, തൊട്ട് താഴെയായി കറൻസി, അതിന് താഴെയായിട്ട് ചാനൽ പെർമിഷൻ, ക്രിയേറ്റിംഗ് ഡെമോഗ്രാഫിക്സ്, അതിന് താഴെയായിട്ട് അപ്പിയറൻസ്. ഇനി നമുക്ക് ഈ സെറ്റിംഗ്സ് എല്ലാം ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം മുകളിലായിട്ട് കാണുന്ന നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ എല്ലാ സെറ്റിംഗ്സും ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ബൈ ഡിഫോൾട്ട് ചിലർക്ക് ഇത് ഓൺ ആയിരിക്കും. ഓഫ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓൺ ആക്കി കൊടുക്കുക. ഇനി ഈ പേജിന്റെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കമന്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കമന്റ്സ് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു പുതിയ ക്രിയേറ്റർ ആയിരിക്കും. നിങ്ങളുടെ ചാനലിൽ തുടക്കകാലത്ത് നിങ്ങൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളോട് ആ ഒരു വീഡിയോയുടെ യൂസ് ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മെസ്സേജ് അയക്കുന്ന, അതായത് കമന്റ് ഇടുന്ന സമയത്ത് നമുക്കത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണോ എന്ന് പറയുന്നത്. അപ്പോൾ അവരിടുന്ന കമൻസിന് നിങ്ങൾ മാക്സിമം റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ അവർക്ക് നിങ്ങളോടൊരു ഇംപ്രഷൻ തോന്നാനും നിങ്ങൾ തുടർച്ചയായി ഇടുന്ന വീഡിയോസ് അവർ കാണാനും ഇടയാകുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് അതുവഴി സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാനും കഴിയുള്ളൂ. അപ്പോൾ മാക്സിമം ഞാൻ എൻ്റെ വീഡിയോസിൽ വരുന്ന കമൻസിനെല്ലാം റിപ്ലൈ കൊടുക്കാറുമുണ്ട്. ഇനി തൊട്ട് താഴെയായിട്ട് പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ആണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിലായി നിങ്ങളുടെ ചാനൽ ആരുടെ പേരിലാണോ അവരുടെ പേര് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇനി തൊട്ട് താഴെയായിട്ട് ഇൻവൈറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ചാനലിൽ മറ്റാരെയെങ്കിലും ഇൻവൈറ്റ്, അതായത് മാനേജറായോ എഡിറ്ററായോ സബ്ടൈറ്റിൽ എഡിറ്ററായോ വ്യൂവറായോ മുകളിൽ അവരുടെ ഇമെയിൽ കൊടുത്ത് അവർ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഭാവിയിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് എന്ത് പോസ്റ്റാണോ കൊടുത്തത്, അപ്പോൾ അവർക്ക് ആ ഒരു ഏണിങ്സിൽ നിന്നും അതിൻ്റെ ഒരു ഭാഗം വരെ ലീഗലി അവർക്ക് സ്വന്തമാക്കാൻ കഴിയും. കൂടുതലും ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത് ഗ്രൂപ്പായിട്ട് ചാനൽ നടത്തുന്നവർക്കാണ്. ഞാനിത് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്ക് പോവാം. മുകളിലായിട്ട് പെൻസിൽ ഐക്കൺ കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജിൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ ഹോം ടാബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ മറ്റൊരു പേജിൽ 2 ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഷോ യുവർ ചാനൽ ഹോം ടാബ് ടു ഹൈലൈറ്റ് ഷോക്കേസ് കണ്ടന്റ് ഫോർ യുവർ ഓഡിയൻസ്. ഈ ഓപ്ഷൻ നിങ്ങൾ ഓൺ ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ ചാനൽ പുതിയതായിട്ട് ഒരു വ്യൂവർ കാണാൻ ഇടയാകുന്നു. അവരുടെ ഹോം പേജിലേക്ക് യൂട്യൂബ് ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ച വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ അതായത് ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോ പുതുതായിട്ട് കാണുന്ന ഒരു വ്യൂവറിൻ്റെ മുന്നിലേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ച വീഡിയോസ് ആയിരിക്കും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ച വീഡിയോ ആയതുകൊണ്ട് അത് ആ ഒരു വ്യൂവർ കാണാനിടയാകും. അത് കണ്ടു കഴിയുമ്പോൾ അടുത്ത് എനിക്ക് കൂടുതൽ വ്യൂസ് ലഭിച്ച വീഡിയോ ആയിരിക്കും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നതിലൂടെ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ കൂട്ടിയെടുക്കാനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാനും കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ടില്ല എങ്കിൽ ഓൺ ആക്കുക. തൊട്ട് താഴെയായിട്ട് ഹോം ലേ ഔട്ട്, ഇവിടെ നമ്മുടെ യൂട്യൂബ് തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, യൂട്യൂബ് റെക്കമെൻഡ്സ് ഓൺ യുവർ കണ്ടന്റ് ബേസ്ഡ് ഓൺ വ്യൂവേഴ്സ് ഇൻട്രസ്റ്റ്. ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓൺ ആക്കുക. അങ്ങനെ ഓൺ ആക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മുടെ വീഡിയോസ് യൂട്യൂബ് അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനും ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ YT സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട എൻ്റെ ഈ ഒരു വീഡിയോസ്, അതായത് എൻ്റെ ഒരു വ്യൂവർ കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ എൻ്റെ ഈ ഒരു സെറ്റിങ്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ YT സ്റ്റുഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ വീഡിയോസാണോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് 1 by 1 ആയിട്ട് എൻ്റെ വ്യൂവേഴ്സിന് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൻ്റെ വ്യൂവേഴ്സ് കൂട്ടിയെടുക്കാനും സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയെടുത്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത്, ഇനി തൊട്ട് മുകളിലായിട്ട് ആഡ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ വേണമെങ്കിൽ നിങ്ങളുടെ മറ്റ് സോഷ്യൽ മീഡിയ ലിങ്ക്, അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തൊട്ട് മുകളിലായിട്ട് ഡിസ്ക്രിപ്ഷൻ, ഇവിടെ നിങ്ങളുടെ ചാനലിനെ പറ്റിയുള്ള വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനായിട്ട് നമുക്ക് കൊടുക്കാം. ഇനി മുകളിൽ ഹാൻഡിലർ നെയിം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനിയാണ് എൻ്റെ തമ്പനെയിൽ കാണിച്ചിട്ടുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമായ ഈ സെറ്റിങ്സ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. താഴെയായിട്ട് നമ്മുടെ പ്രൊഫൈൽ കാണാനായിട്ട് കഴിയും. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒട്ടനവധി സെറ്റിങ്സ് കാണാനായിട്ട് കഴിയും. ഇതിൽ എല്ലാ സെറ്റിങ്സും നിങ്ങൾ ഓണാക്കി കൊടുക്കുക. ഓഫ് ആണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഓണാക്കി കൊടുക്കുക. കാരണം ഇതെല്ലാം നമ്മുടെ ചാനലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമ്മുടെ ചാനലിൽ ടൈം ടു ടൈം വീഡിയോസും ഷോർട്സും മാത്രം അപ്ലോഡ് ചെയ്താൽ പോരാ. നമ്മുടെ ചാനലിൽ YT സ്റ്റുഡിയോയ്ക്കുള്ളിലും യൂട്യൂബിലും ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സുകളുണ്ട്. അത് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനിൽ പോകുള്ളൂ, യൂട്യൂബിൻ്റെ ഫീഡിൽ പോകുള്ളൂ. അതുപോലെ നമ്മുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടാനായിട്ടും കഴിയുള്ളൂ. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങളുടെ ചാനലിലെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒന്നും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് ചേഞ്ച് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് അറിയിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെ, അതുപോലെ എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ID വെരിഫിക്കേഷൻ ചെയ്യുക, US-ൻ്റെ ടാക്സ് ഫോം ഫില്ല് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം, അതൊരു വലിയ പ്രോബ്ലം ആണ്. അങ്ങനെ വന്നിട്ടുള്ളവർ നമ്മുടെ ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ അടുത്ത കാലത്ത് ഒത്തിരി പേർക്ക് നമ്മുടെ റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം സോൾവ് ആക്കി കൊടുത്ത് അവരുടെ ചാനൽ വീണ്ടും അവർക്ക് മോണിറ്റൈസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.